ഹലോ എവ്രി വൺ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് എന്ത് വാതിൽ ആണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഇപ്പോൾ തുറക്കാൻ പോകുന്നത്, യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്, അതാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് ഇവിടെ 3 ടൈപ്സിലെ കാർഡ്സ് വെച്ചിട്ടുണ്ട്. പെൻഡുലം വഴി നമ്മൾ ഓരോ കാർഡുകൾ തിരയുന്നതാണ്. അത് കഴിഞ്ഞ് ടാരോ കാർഡ്സ് നോക്കുന്നതാണ്. ഓക്കെ, ആൻഡ് സോ പ്രേക്ഷകർ കണ്ണടയ്ക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട് പറയുക എൻ്റെ മെസ്സേജ് എന്താണ്, അതെനിക്ക് വ്യക്തമായി ലഭിക്കട്ടെ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Divine, please select which card to be taken. Which card to be taken? Which card? Please stop wherever I have to take, whichever card I have to take. Where? Which card? Which card? Which card? Which card? I'll take this one. The 4th house, your home and the roots of your being. Okay. So ഈ സെക്ഷനിലെ കാർഡ്സ് പ്രേക്ഷകർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. I'll just tilt it. Okay. Okay, Divine. Which cards? Which cards? ഏത് കാർഡാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഏത് കാർഡാണ് ഇതിലെടുക്കേണ്ടത്? ഏത് കാർഡാണ് എടുക്കേണ്ടത്? ഏത് കാർഡാണ്? ഏത് കാർഡാണ് എടുക്കേണ്ടത്? Okay, so this is the one. Okay. Virgo, the energy around you is dutiful, hesitant and humble with a discriminating, diligent and painstaking air. Okay, and now come back to this side. Okay, Divine Angels, ഏത് കാർഡാണ് എടുക്കേണ്ടത്? ഏത് കാർഡാണ് എടുക്കേണ്ടത്? ഏത് കാർഡാണ് എടുക്കേണ്ടത്? എന്താണ് പ്രേക്ഷകരുടെ ലൈഫിൽ യൂണിവേഴ്സ് കൊണ്ടുകൊടുക്കാൻ പോകുന്നത്? എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ മാറാൻ പോകുന്നത്? വിച്ച് കാർഡ്? വിച്ച് കാർഡ്? ഓക്കെ, താങ്ക് യു. സോ ഇതാണ്
Vesta, the goddess within your sacred spiritual center and quiet dignity. All right. So guys, നിങ്ങൾക്ക് കിട്ടിയ കാർഡ്സ് ആണ് ദ ഫോർത്ത് ഹൗസ്, യുവർ ഹോം ആൻഡ് ദ റൂട്ട്സ് ഓഫ് യുവർ ബീങ്. സോ വീടുമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടാണ് മാറാൻ പോകുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ഒരു പുതിയ തുടക്കമാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ. ഓക്കെ, വീടുമായി റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ഇല്ല, നിങ്ങൾക്ക് ഒരിടത്ത് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചിന്തകളാണെങ്കിൽ അതാണിവിടെ മാറിപ്പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ വീട്ടിൽ പീസ് ആൻഡ് ഹാർമണി ആണ് വരുന്നത്, സന്തോഷം സമാധാനം ആണ് വരുന്നത്. ഏറെ പ്രേക്ഷകർക്ക് ഇത്തിരി ഹാർഡ് വർക്കിംഗ് ടൈമാണ്. ഓക്കെ, ടഫ് ടൈം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, പക്ഷേ യെസ്, നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. യെസ്, നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ചാലഞ്ചസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ചാലഞ്ചസ് കാണുമ്പോൾ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് തോന്നിയാൽ പോലും നിങ്ങളത് ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ചാലഞ്ചസിനെ ഓവർകം ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഇവിടെ സംവെയർ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ആകാം, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഒരു കാഴ്ചപ്പാട്, ഏത് കാഴ്ചപ്പാട് ഇപ്പോഴത്തെ സമയത്തിന് മാറേണ്ടതുണ്ട്. ഓക്കെ, ആ കാഴ്ചപ്പാടാണ് ഇവിടെ മാറ്റി തുടങ്ങുന്നത്. ആൻഡ് വെസ്റ്റ, സോ ഏതൊക്കെ പ്രേക്ഷകർ സ്പിരിച്വലി അലൈൻഡ് അല്ല, ദാറ്റ് മീൻസ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ട്രസ്റ്റ്, ആ ഒരു ഫെയ്ത്ത് നിങ്ങൾക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറെ പ്രേക്ഷകർക്ക് ലൈഫിൽ ചില സിറ്റുവേഷൻസ് എവിടെ നിങ്ങൾ ഗൂഢമായി ആലോചിക്കും വെദർ നിങ്ങൾ ഇതേ പാതയിലാണോ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അത് നിങ്ങളുടെ വളരെ അടുപ്പമുള്ള ആൾക്കാർ നിങ്ങളോട് മാറിപ്പോകുന്നതാകാം. ഓക്കെ, നിങ്ങളുടെ വളരെ അടുപ്പമുള്ള ആൾക്കാർ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നതാകാം. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇൻസ്പെക്ഷൻ മോഡിലാണിപ്പോൾ പോകാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ റിസീവിങ് മോഡ്. ഓക്കെ, ഗോഡസ് വിത്തിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ റിസീവിങ് മോഡ് നിങ്ങൾ ലൈഫിൽ ഇനിയും ചെയ്യാനല്ല, ആക്ച്വലി നിങ്ങൾ ചെയ്തതിൻ്റെ ഫലങ്ങൾ, ആ ഫലങ്ങളെ അനുഗ്രഹമായി എടുക്കേണ്ട സമയമാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ വളർത്താൻ പോകുന്നത്. സ്പിരിച്വലി ഏറെ വളരാൻ പോകുകയാണ്. ഓക്കെ, സോ ഓവറോൾ നമുക്കൊരു ഐഡിയ ലഭിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഡിവൈൻ ഏഞ്ചൽസ്, വാട്ട് ഡോർസ് ആർ ഓപ്പണിംഗ് അപ്പ് ഫോർ ദ വ്യൂവേഴ്സ്. എന്താണ് യൂണിവേഴ്സ് പ്രേക്ഷകർക്ക് തുറന്നു കൊടുക്കുന്നത്, എന്താണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പേജ് ഓഫ് വാൻഡ്സ്, യെസ്, ആൻഡ് ഇവിടെയും നിങ്ങൾ നോക്കിക്കോളൂ, ദാറ്റ് ഈസ് ഒരു പുതിയ എനർജി ഉണ്ട്. ആൻഡ് ഈ രണ്ട് കാർഡ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല സിമിലാരിറ്റി ഇതിനകത്തുണ്ട്. ഇവിടെയും വീറ്റ് ആണ്, ഗോതമ്പാണ് ഇവിടെയും ചെയ്യുന്നത്, ഇവിടെയും അത് തന്നെയാണ്. ഓക്കെ, റൈസ് ആൻഡ് വീറ്റ് ഫീൽഡാണ് ഇവിടെയും കാണിക്കുന്നത്, ഇവിടെയും ഫീൽഡാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഹാർഡ് വർക്ക് വേണം എന്നത് നിങ്ങളെ കാണിക്കും. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് നിങ്ങളിവിടെ ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റി ചില പ്രേക്ഷകർക്ക് ഇത് പുതിയ കാര്യമാണ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഒരു മാറ്റമാണ്. അത് സ്ഥലമാറ്റമാകാം, ജോലിയിൽ മാറ്റമാകാം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി പോകുന്നതാകാം. ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം തന്നെ മാറുന്നതാകാം. ഓക്കെ, പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലെ എളിമ, ഓക്കെ, ജീവിതത്തെ ഏത് രൂപത്തിൽ നിങ്ങൾ കാണണം, അതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തെളിഞ്ഞു വരുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർ ഏറെ നാൾ
ഏറെ സപ്പോർട്ടുമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. മൈറ്റ് ബി ഒരു ബിസിനസ് ഐഡിയ എല്ലാവരും എതിർത്ത് നിൽക്കുന്നതാകാം, പക്ഷെ നിങ്ങളത് മുന്നോട്ട് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാകാം. ഓർ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാകാം. ഓക്കെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ. ഏഞ്ചൽസ് എന്താണ്? 6 of Wands, ഇത് നിങ്ങൾക്ക് വിജയമാണ് കൊണ്ടുവരുന്നത്. സോ വാട്ട് ഐ ഫീൽ, നിങ്ങൾ ഏറെ നാൾ മുമ്പ് ആലോചിച്ച ഒരു കാര്യം പക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ട്. പല മെമ്പേഴ്സ് ഇവിടെ മറന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, ഇതിനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. ഈവൻ തോ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരും ഇല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കേപ്പബിലിറ്റീസ് കാഴ്ചവെക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ട്. 10 of Wands, യെസ്, പെയിൻസ്റ്റേക്കിംഗ് ആണ്, ഏറെ ഹാർഡ് വർക്ക് വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നതാണ്. 8 of Swords, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. ഓക്കെ, ഒറ്റയ്ക്കായി പോയി ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാം. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് ഡിപ്രഷൻ കാണുന്നില്ല. ഓക്കെ, ഇവിടെ എനിക്ക് തോൽവി കാണുന്നില്ല. ഈ ഒറ്റപ്പെടലിലും നിങ്ങൾക്ക് വളരെയധികം ആശ ഉണ്ട് ദാറ്റ് നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, ടെമ്പറൻസ്, യെസ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ദാറ്റ് ഈ ഒരു ജേർണി എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് ഏറെ ബുദ്ധിമുട്ടുള്ളതാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആരും നിങ്ങളെ സഹായിക്കില്ല എന്നത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിൽ മുന്നോട്ട് പോകുകയാണ്. നിങ്ങളുടെ ലൈഫിൽ അത് ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ചില പ്രേക്ഷകർ ഇത് മെസ്സേജ് മാത്രമാണ്. ഓക്കെ, സോ എടുക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കുക. നിങ്ങൾ ചില ആൾക്കാർക്കെതിരെ പോകുന്നതാണ്. ഓക്കെ, ഇത്രയും നാളും ഏത് ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കൊപ്പം നിങ്ങൾ നിന്നിട്ടുണ്ടോ അവരെ ചിലപ്പോൾ നിങ്ങൾ മാറ്റി നിർത്താൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ബിക്കോസ് എങ്ങനെയോ നിങ്ങളുടെ ലൈഫിൽ വളരെ കെയോസ്, ഓക്കെ, വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ എടുത്ത് മാറ്റുന്നതും ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരാളെ മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാർഡിൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും ദൂരെയാണ്. ഓക്കെ, സോ ഈ ഒരു ജേർണി മോസ്റ്റ് പ്രോബബ്ലി പ്രേക്ഷകർക്ക് അടുത്തൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, ഈവൻ തോ ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിൽ നിങ്ങൾ ഷാറ്റേർഡ് ആവില്ല. ഓക്കെ, ഒത്തിരി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല. ബാലൻസ് ആകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഫീൽ ചില മെമ്പേഴ്സ് ഏറെ മെഡിറ്റേഷൻ ചെയ്യുന്നതോ ആസ് വെൽ ആസ് നിങ്ങൾ ഏറെ സ്പിരിച്വലി അലൈൻഡ് ആണ്. ഓക്കെ, ഈ സ്പിരിച്വൽ അലൈൻമെൻറ്റിൽ നിങ്ങൾ നിങ്ങളുടെ അൾട്ടിമേറ്റ് അലൈൻമെൻറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ലക്ക്, നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ ടൈം ലൈൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. വീൽ ഓഫ് ഫോർച്യൂൺ, ദാറ്റ് ഈസ് നിങ്ങളുടെ ലക്ക് നിങ്ങൾ എൻഹാൻസ് ചെയ്യുകയാണ്. നിങ്ങൾ ഏത് കാര്യം അല്ലെങ്കിൽ ഏത് സ്പിരിച്വൽ ആക്ടിവിറ്റി ആണോ മുൻജന്മകാലങ്ങളിൽ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കേറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം പക്ഷെ നിങ്ങൾ മറന്നുപോയത്, ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ആണ് നിങ്ങളിവിടെ എടുക്കാൻ പോകുന്നത്. ഡിഫിക്കൽട്ടല്ല, പക്ഷേ ദ ചാരിയറ്റ്, യെസ്, ഡിഫിക്കൽട്ടല്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് തുറന്ന് തരുന്ന ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത കാര്യമാണ്. ദാറ്റ് ഈസ് എനിക്ക് വേണം, ഇത് എനിക്കിങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. സോ ഗുഡ് ഫോർ യു, ഗുഡ് ഫോർ യു. ഇത് നിങ്ങൾക്ക് പവർ നൽകും. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ഒരു അതോറിറ്റി എല്ലാവരുടെ മേളിൽ നൽകുന്നതാണ്. 10 of Pentacles ആൻഡ് സ്ട്രെങ്ത് ആണ്. യെസ്, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഏറെ ധനം,
ഓക്കെ, നല്ലൊരു ഫാമിലി ടൈം, നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആഗ്രഹിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ്. ആൻഡ് നിങ്ങളിൽ ആ ഒരു സ്ട്രെങ്ത്, ഓക്കെ, ആ ഒരു ബോൾഡ്നെസ്, പണ്ട് നിങ്ങൾ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വളരെ ബോൾഡ് ആയിരിക്കും. ആൻഡ് ആൾക്കാർ ഓൾറെഡി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ പേടി, ഭയം, റെസ്പെക്റ്റ് ആണ് തോന്നാൻ പോകുന്നത്. പേടി, ഭയം, റെസ്പെക്റ്റ് അല്ല, ഓക്കെ, പക്ഷേ അതിവിടെ വന്നതുകൊണ്ട്, ഈ ഒരു കാർഡിൽ ആ ഒരു മെസ്സേജ് വന്നതുകൊണ്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ എന്താണ് പ്രേക്ഷകർ ഇതിനു മുമ്പ് ചെയ്യേണ്ടത്? ഈ ഒരു ഡോർ ഓപ്പൺ ആകുന്നതിന് മുമ്പ് എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്? വാട്ട് ഡു യു നീഡ് ടു റിലീസ്? സോ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ റിലീസ് ചെയ്യൂ. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ടൈമിംഗ് വളരെ നല്ലതാണ്. ഈ 1 വീക്ക് വളരെ നല്ലതാണ്. റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി കീറിക്കളയൂ, കത്തിച്ച് കളയൂ, ഫ്ലഷ് ചെയ്ത് കളയൂ. ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾ എന്താണോ തിരയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തൊരു ചോദ്യമാണോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. യൂഷ്വലി ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് ഓഫ് ടൈം നിങ്ങൾക്ക് ആ ഉത്തരം ലഭിക്കുന്നതാണ്. ഓക്കെ, യൂഷ്വലി. സോ എല്ലാവർക്കും ആവില്ല, ബട്ട് ചില മെമ്പേഴ്സിന്. ഓക്കെ, വാട്ട് എൽസ്? എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ? പ്ലേ. നിങ്ങൾ ഏറെ എൻജോയ് ചെയ്യാൻ പോകുകയാണ് ഈ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ. ഈ ഒരു എൻലൈറ്റ്മെൻറ്റ്, ഈ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളേറെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ആണ്. ഗ്രൗണ്ടിങ്, ഇവിടെ വേണ്ടത് ഗ്രൗണ്ടിങ് ആണ്. സോ പ്രേക്ഷകർ ഗ്രൗണ്ടിങ് റിച്വൽസ് കണ്ടിന്യൂസ്ലി ചെയ്യുക. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ എനർജി വളരെ അപ്ലിഫ്റ്റിംഗ് എനർജി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എൻലൈറ്റൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു എനർജിയെ കൺട്രോളിൽ വെക്കാൻ, ഓക്കെ, ബുദ്ധിമുട്ടുകളിൽ പോകാതെയോ അഗ്രഷനിൽ പോകാതെയോ ആ ഒരു എനർജിയെ കാത്തു സൂക്ഷിക്കാൻ ഗ്രൗണ്ടിങ് എനർജി വളരെ ആവശ്യമാണ്. ആയത് നിങ്ങൾ എന്നും ഗ്രൗണ്ട് ചെയ്യൂ, നിങ്ങളുടെ എനർജി കട്ട് ക്യാൻസൽ, റിലീസ് ചെയ്യൂ, കോഡ് കട്ടിങ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ലിമൽ കേൾക്കാവുന്നതാണ്. ഓക്കെ, ഗ്രൗണ്ടിങ് എനർജിയുടെ സബ്ലിമൽ കേൾക്കൂ. ഓക്കെ, വാട്ട് എൽസ്? വൺ മോർ, വിൽ ടേക്ക് വൺ മോർ. എന്താണ് യൂണിവേഴ്സ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ തുറന്നു കൊടുക്കുന്നത്? ഏത് വാതിലാണ് തുറന്നു കൊടുക്കുന്നത്? The age of light, you have been training for this for lifetime. So നിങ്ങൾ ഇത്രയും നാളും പഠിച്ച കാര്യങ്ങൾ, ഓക്കെ, പഠിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള സമയമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നതോ ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിൽ നിങ്ങൾ എന്താണോ പഠിച്ചെടുക്കുന്നത് അത് നിങ്ങൾ ഏറെ ആൾക്കാർക്ക് പകർത്തി കൊടുക്കുന്നതാണ് വൺ ഓർ ദി അതർ വേ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് തുറന്നു തരാൻ പോകുന്ന ഒരു വാതിൽ. ഓക്കെ, സോ പല പ്രേക്ഷകർക്കും ടൈം ലൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. ചില പ്രേക്ഷകർക്ക് 4 months വരെ എടുക്കാം, ചില പ്രേക്ഷകർക്ക് 1 വീക്ക് തൊട്ട് തുടങ്ങുന്നതാണ്, ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ ബ്യൂട്ടി എൻഹാൻസ് ആകുകയാണെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇതുവരെ ഡല്ലായിരുന്നു ഫേസ് ആൻഡ് പെട്ടെന്ന് ഗ്ലോ വരികയാണെങ്കിൽ മനസ്സിലാക്കൂ നിങ്ങളുടെ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഈവൻ ദോ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എഗെയിൻ ഇറ്റ്സ് എ സൈൻ ദറ്റ് യെസ് നിങ്ങളുടെ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്.
ഓക്കെ ഗായ്സ്, സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുകയാണെങ്കിലോ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക. ഹീലിങ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. കണ്ടു നോക്കുക. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാർട്ടഡ് 1111 കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.